ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിലോട്ടേക്ക് പോവുകയാണ്, അതായത് എൻ്റെ വീട്ടിലോട്ടേക്ക്. ഞാൻ മാത്രമേ ഉള്ളൂ, സബനേട്ടനില്ല. 5 മണിയുടെ ട്രെയിനാണ്. നല്ല തിരക്കുണ്ടാവും എന്നറിയാം, വൈകിട്ടല്ലേ, അപ്പം എന്തായാലും തിരക്കുണ്ടാവും. ഞാനൊരു 3:45 ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബസ് ആ ടൈമിനാണുള്ളത്. അപ്പം 4 മണിക്ക് അങ്ങനെ ട്രെയിൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വടകര എത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ചേച്ചി വരുന്നുണ്ട് നാളെ. അപ്പോൾ രാത്രി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്തതാണ്. ഞാൻ എഴുന്നേക്കാൻ നല്ല ലേറ്റായി. ഒരു 9-9:30 കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ വെച്ചാൽ 2 ദിവസം മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം അടുപ്പിച്ചായത് കൊണ്ട് നേരത്തെയൊക്കെ എഴുന്നേറ്റല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം എന്തായാലും അമ്മയും അച്ഛനും ഇല്ല. എന്തായാലും ഒരു നേരത്തെ പോവും. അമ്മയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പം അമ്മ നേരത്തെ പോയിട്ടുണ്ട്, ഒക്കെ ആക്കി വെച്ചിട്ടാണ് പോവുക. അപ്പം വേറെ പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ലേറ്റായിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. അനിയത്തിയും പോയി. അനിയത്തിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പം വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അമ്മ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഒരു 11-12 ആകുമ്പോഴത്തേക്ക് ചേച്ചി എത്തി കേട്ടോ. ഇതൊരു 4-5 ദിവസത്തെ ഒരു വീഡിയോ ആണ്, ഒന്നിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇതെന്തെല്ലാം അമ്മ ഇവിടെ നിർത്തി വെച്ചേ? അതൊക്കെ കഴിഞ്ഞൊരു അമ്മ 2 മണിയാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടിയും കഴിഞ്ഞ് എത്തോട്ടോ. അങ്ങനെ എത്തിയിട്ടുണ്ട്. അനിത്യം എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം അനിത്യക്കൊക്കെ ലീവാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ്. വലിയ അതാരാ തന്നമ്മി? ആരാന്നേ? അച്ചാച്ചനാ? ഇങ്ങനെ പോവാ. അത് കഴിഞ്ഞ് ഒന്ന് ടൗണിൽ പോകാനുണ്ടായിരുന്നു. എനിക്കൊന്ന് 2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ വരുന്ന വിധത്തിൽ അമ്മ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് എൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഞാനും ഇതിന് മുന്നേ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് എനിക്ക് പണ്ടത്തെ ഓരോരോ ഓർമ്മകളൊക്കെ പെട്ടെന്ന് വന്നു. എന്താ വെച്ചാൽ നൈറ്റിൽ പേഷ്യൻ്റ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കലും അങ്ങനെയൊക്കെയായിരുന്നു. പണ്ടത്തെ ഓരോരോ ഓർമ്മകളൊക്കെ പെട്ടെന്ന് വന്നു. ഞാനും വേറെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നൈറ്റിൽ ഞങ്ങൾ 3 ഒരുമിച്ചായിരുന്നു ഉണ്ടാവൽ. അപ്പം ഒരു പെട്ടെന്ന് അതൊക്കെ ഓരോ ഓർമ്മ പോലെ എന്തോരൊരു ഇത് തോന്നി. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇത് ഞാൻ എൻ്റെ തറവാട്ടിലാണ്. ഞാൻ എൻ്റെ എന്തോ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബേക്കിൽ നിന്ന് പണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. സബനേട്ടൻ വന്നു. സബനേട്ടനും ഏച്ചിയുടെ ഹസ്ബൻഡും ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ പാത്രം അത് ഉണ്ട്. ഞാൻ വരുമ്പോൾ എടുത്ത് ചോറ്റും പാത്രം ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്നതല്ലേ എടുത്തത്. അതാരാ ഫുൾ സ്വിച്ചിട്ടേ? അമ്മ തന്നക്ക് ഇങ്ങോട്ട് വന്നു. വാങ്ങിയത് ശരിയാക്കി
അതാ ഓൻ്റെ അടുപ്പു ചോറായാമീ നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ എന്നാ കറിയാ നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ആ മതി 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 പൊള്ളുന്നു 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 ആ ഉപ്പിട്ട് കുറച്ച് എന്താ വാങ്ങിക്കൊണ്ടോ വാമി ഞങ്ങൾ വൈകുന്നേരം എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേങ്കിൽ ആ പോക്ക് ക്യാൻസലായി നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ അമ്മയൊക്കെ പറഞ്ഞു നമുക്ക് മൂവിക്ക് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ദൃഢം മൂവി ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷേങ്കിൽ സീറ്റ് മൊത്തം കാലിയായിരുന്നു വൈകിട്ട് നോക്കിയപ്പം അതിൻ്റെ തലേ ദിവസമാണ് ഇറങ്ങിയത് പക്ഷേ ഫുള്ള് കാലിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് പോക്കായിരിക്കും അബദ്ധമായിരിക്കുന്നു പക്ഷെ ഞങ്ങൾ വേറൊരു മൂവിക്കാണ് പോയത് സ്റ്റെപ്പ് നോക്കണേ ട്രക്കിന്റെ ടയറിൽ കാറ്റ് നിറയ്ക്കാനുള്ള സൗകര്യം ഇതെല്ലാം ഉണ്ട്. മനോഹരമായ ഡിസൈനുകളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻസ് ഹെറിറ്റേജ് ഓഫ് പ്യൂരിറ്റി. എനിക്ക് ഒത്തുപോവാൻ പറ്റില്ല കാരണം സ്വീറ്റ് ആണ് വർഷങ്ങളായി ഒപ്പമുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ പ്രോബ്ലം എന്താ പ്രോബ്ലംസ് ടേസ്റ്റ് ഉണർവൊക്കെ തരുന്നില്ലേ പ്ലീസ് ഗം പ്രോബ്ലംസ് ആണെങ്കിൽ ഭാരതത്തിന്റെ ഗം എക്സ്പേർട്ട് ഖൈനി ഗുഡ്ക പാൻ മസാല പുകയില ജീവിതം നശിപ്പിക്കുന്നു പുകയില ഇന്ന് ഉപേക്ഷിക്കുക സഹായത്തിനായി 1800111236 വിളിക്കുക ഗവേഷണങ്ങൾ അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു 4-5 ദിവസത്തെ ഒരു വീഡിയോ ആണ് ഒന്നിച്ചുള്ള വീഡിയോ ആണിത് ഇത് നെക്സ്റ്റ് ഡേത്തെ വീഡിയോ ആണ് രാവിലെ തന്നെ അമ്മ പൂരിയും പത്തിരിയും ഉണ്ടാക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ നന്നായി പിറക്കിയിട്ട് അതും വേറെ സൈഡിൽ വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് സബിനേട്ടന് പൂരിയാണ് ഇഷ്ടം അതേപോലെ തന്നെ ഏച്ചിയുടെ ഹസ്ബൻഡിന് പത്തിരിയാണ് ഇഷ്ടം രണ്ടുപേരുടെ ഇഷ്ടം നോക്കി 2 ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ പൂരി ഇതിന് മുന്നേ 3-4 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയൊക്കെ ഫ്ലോപ്പായി പോയി ലാസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ അമ്മേനോട് വിളിച്ച് ഒരുപാട് ഡൗട്ടുകളൊക്കെ ചോദിച്ചു എന്നിട്ടാണ് റെഡി ആയത് അതിൽ ഫസ്റ്റത്തെ പരത്തലിൽ തന്നെ ഫ്ലോപ്പായി പോയി എന്താ വെച്ചാൽ കുറച്ച് കട്ടിയിലായിരുന്നു നല്ല നൈസായി അതിൻ്റെ ഒരു ഇതിന് പാകത്തിനായിരുന്നു പക്ഷേ ഞാൻ നല്ല കട്ടിയിലായിപ്പോയി രണ്ടാമത്തേന് ഓക്കെ ആയി സബിനേട്ടന് പൂരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും പൂരി ഉണ്ടാക്കിത്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഓക്കെ ആയി അതിൻ്റെ ഉള്ളിൽ ഒരു നാരങ്ങ കേസ് ബിരിയാണിക്ക് ചിക്കൻ പൊരിച്ച് വെച്ച് ബാക്കിയില്ല വലിയ ഗുളിക എൻ്റെ അച്ചാർ നോക്കണ്ട അച്ചാർ തൊട്ടും നോക്കാൻ ആൻറ്റിബയോട്ടിക് അല്ലേ ഒരു ഗ്യാസിൻ്റെ ഗുളിക ഉണ്ട് അത് ഭക്ഷണത്തിന് മുമ്പ് ഉണ്ടാവും
ടോമി എവിടെ പോവാ? പാപ്പൻ്റെ അടുത്ത് പോവാ? പോയിക്കോ, ടാറ്റ. അങ്ങ് പോയിക്കോ. അമ്മ ഞങ്ങൾ ഇന്ന് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം. എന്താ വെച്ചാൽ ഒരു മരണ വീട്ടിൽ പോകാനുണ്ട്, പിന്നെ നൈറ്റിൽ ഒരു കല്യാണമുണ്ട്. അതൊക്കെ കൊണ്ട് ഇവിടുന്ന് ഒരു 2 മണിക്ക് ഇറങ്ങിയാലാണ് അവിടെ പെട്ടെന്ന് എത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ 2 പേരേ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഏച്ചിയുടെ കുഞ്ഞിനുണ്ട്, അതിൻ്റെ ഇടയിൽ അതിനെ മൈൻഡ് ചെയ്യാണ്ട് നിന്നാൽ അത് നല്ലോണം കഴിച്ചോളും. അതുകൊണ്ട് അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നത്, സ്വന്തം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡും കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, ചില സമയത്ത് നല്ല ബ്ലോക്ക് ആയിരിക്കും. പയ്യോളി അവിടത്തൊക്കെ നല്ല ബ്ലോക്കാണ് ഉണ്ടാവർ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എന്താ വെച്ചാൽ കാർക്ക് ഏരിയ, പിന്നെ വോമിറ്റിങ്ങിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് വരുന്നതൊക്കെ ബൈ.